ഇനി ജീവിക്കാൻ ആഗ്രഹമില്ല, വധശിക്ഷ നൽകി ജീവിതം അവസാനിപ്പിക്കാനായി സഹായിക്കണം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൊച്ചി CBI കോടതി ഇന്ന് വിധി പറയുന്നതിനിടയിൽ കേസിലെ 15ാം പ്രതിയായ സുരേന്ദ്രൻ, വിഷ്ണു സുര എന്നറിയപ്പെടുന്ന സുരേന്ദ്രൻ ഇന്ന് ജഡ്ജിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകളാണിത്. തനിക്ക് കൊലപാതകത്തിൽ പങ്കില്ല എന്നും ഇനി ജീവിക്കാൻ ആഗ്രഹമില്ല എന്നും തനിക്ക് വധശിക്ഷ നൽകി ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ജഡ്ജിക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞത്. ഈ കേസിലെ മറ്റു പ്രതികളിലും ചിലർ തങ്ങളുടെ കുടുംബ പ്രാരാബ്ദങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേസിൽ ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് കോടതിയോട് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ജനുവരി 3-നാണ് കോടതി ശിക്ഷ പറയുന്നത്. ഇന്ന് വിധി പറഞ്ഞതിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളതായും കോടതിക്ക് തെളിഞ്ഞിട്ടുണ്ട്. 10 പേരെ കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വിഷ്ണു സുര എന്ന് പറയുന്നത്, അതായത് ഇന്ന് കരഞ്ഞ് ജഡ്ജിക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ ഈ വിഷ്ണു സുര എന്ന് പറയുന്ന പ്രതിയുടെ മേലിലുള്ളത് ഗൂഢാലോചന, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുക എന്നുള്ള കുറ്റകൃത്യങ്ങളാണ്. ഏതായാലും പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ വലിയ രീതിയിലുള്ള അപ്ഡേറ്റുകൾ ഇന്ന് പുറത്തു വന്നപ്പോൾ കോടതിയിൽ നടന്ന ഈ നാടകീയമായ നീക്കങ്ങളും അല്ലെങ്കിൽ പ്രതിയുടെ പൊട്ടിക്കരച്ചിലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതേസമയം കൃപേഷിന്റെയും ശരത് ലാലിന്റെയും അമ്മയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതി വിധിയോട് പ്രതികരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ കിട്ടണമെന്ന് പറയുന്നേ. എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിധിയിൽ തീരെ തൃപ്തികരമെന്ന് തോന്നുന്നില്ല. കുറ്റക്കാരെല്ലാവരും പ്രതീക്ഷിച്ച കുറ്റക്കാരെന്ന്. പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കുന്നു. കടുത്ത ശിക്ഷ തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രണ്ടമ്മമാർ ഞങ്ങൾ പൊട്ടിക്കരത്തിൽ നമ്മ അന്ന് കാണുന്നതാണ്. എന്റെ മക്കൾക്ക് വേണ്ടി എല്ലാ കുറ്റവാളി വിധി കിട്ടണം തന്നെ ഞങ്ങള്. ഇതിൽ കൂടാത്തവരല്ലേ ഇനി എത്രയുണ്ട് ഈ പേര് വരാത്തവരല്ലേ. നിധി കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇത്രയും വർഷം കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? അതെ, ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. കടുത്ത ശിക്ഷ പ്രഖ്യാപിച്ചിട്ടില്ല. കടുത്ത ശിക്ഷ വേണമെന്നാണോ? കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നേ. അതായത് കേസ് അട്ടിമറിക്കാൻ പല സമയത്തും ശ്രമിച്ചു സർക്കാർ കുറെ കളി കളിച്ചു. പ്രതികളാക്കിയവരിൽ കുറച്ചുപേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? CBI വരാനൊക്കെ കുറെ കഷ്ടപ്പെടേണ്ടി വന്നു. അതെ, കുറെ കഷ്ടപ്പെടേണ്ടി വന്നു.